ഹലോ, മലു റൂട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ അതുപോലെ വർക്ക് പെർമിറ്റിൽ വന്നിട്ടുള്ള ചെറിയ അപ്ഡേഷൻസ്, ചെറിയ ചെറിയ ചേഞ്ചസ് അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അഡ്മിഷൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയുടെ കാര്യങ്ങൾ തന്നെയാകാം. അപ്പോൾ 2024 ഇൻടേക്കിൻ്റെ അഡ്മിഷൻ എല്ലാം ഏകദേശം കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റ് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഏകദേശം അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, അതുപോലെ ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട ടൈം കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് വന്ന് നിങ്ങളുടെ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ ട്യൂഷൻ ഫീയുടെ കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എത്രയും നേരത്തെ തന്നെ ട്യൂഷൻ ഫീ പേ ചെയ്ത് നിങ്ങൾ വിസയുടെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് ചെയ്യാൻ നോക്കുക. കാരണം സ്വീഡനിലേക്കുള്ള വിസയുടെ അല്ലെങ്കിൽ ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം കുറച്ച് ഡിലേ ആണ്. ഒരു 4 to 5 months ഒക്കെ സാധാരണ എടുക്കാറുണ്ട്. ചില കേസുകളിൽ പെട്ടെന്നാകാറുണ്ടെങ്കിലും 4-5 മാസമൊക്കെ സാധാരണ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഓഗസ്റ്റ് എൻഡ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റോട് കൂടി ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എത്തണം എന്നാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എത്രയും നേരത്തെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഏപ്രിൽ 30-നുള്ളിലെങ്കിലും എല്ലാവരും വിസയ്ക്ക് കൊടുക്കാനായിട്ട് നോക്കുക. കാരണം അതിന് ശേഷമൊക്കെ അപ്ലൈ ചെയ്താൽ ഒരു പക്ഷേ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിൽ ഡേറ്റ് കിട്ടാനും ഒക്കെ ഡിലേ വരും. ദെൻ ഇൻ്റർവ്യൂവിനൊക്കെ ശേഷം വീണ്ടും ചിലപ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ വിസ ഡിസിഷൻ അറിയുന്നത്. അപ്പോഴേക്കും ചിലപ്പോൾ ഇവിടെ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങും. അതുപോലെ സ്റ്റുഡൻറ്റ് വിസയിൽ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഈ 2024 തൊട്ട് IELTS കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. IELTS അല്ലെങ്കിൽ PT ഇല്ലാതെ ഇനി സ്വീഡനിലേക്ക് ഒരു അഡ്മിഷൻ സാധ്യമല്ല. അപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ ഈ വർഷവും IELTS ഇല്ലാതെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് അടുത്ത വർഷം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പിന്നെ മെയിനായിട്ട് ഈ പറയുന്ന MBA അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ടൂറിസം അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ടും IELTS വേണം. അത് പലർക്കും ഇപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ്. പലരും നമ്മളോട് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് MOE വെച്ച് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 2023 തൊട്ട് ഇവിടെ വിസയൊക്കെ കുറച്ച് ടഫായിട്ടുണ്ട്, വിസ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് പേർക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരാൻ നോക്കുന്നവരെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ പഠിക്കാൻ വരുന്ന ഫാമിലി ആയിട്ടൊക്കെ വരുന്നവർ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് പെർമിറ്റിലേക്കൊക്കെ മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കംപ്ലൈൻറ്റ് കാര്യങ്ങളായി അവർക്ക് ഈ പറയുന്ന തേർഡ് സെം അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഇയറിലേക്കൊന്നും പഠിക്കാൻ സ്റ്റുഡൻസ് ഇല്ല, ഫീസ് കിട്ടുന്നില്ല, എല്ലാവരും ജോലിയിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് മൈഗ്രേഷൻ പല റൂൾ ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഫാമിലി ആയിട്ട് കൊടുക്കുന്നവർക്ക് അധികവും റിജക്ഷനും ഈ പറയുന്ന ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിസയ്ക്ക് കൊടുക്കുമ്പോൾ മാക്സിമം സിംഗിളായിട്ട് കൊടുക്കാൻ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സിംഗിളായിട്ടാണെങ്കിൽ സ്റ്റുഡൻറ്റിനെങ്കിലും ആദ്യം വരാൻ പറ്റും, അതിനുശേഷം ഫാമിലിക്ക് കൊടുക്കാനായിട്ട് നോക്കുക. കാരണം എല്ലാവരും കൂടി അപ്ലൈ ചെയ്ത് എല്ലാവർക്കും ഒരു റിജക്ഷൻ വരുന്നതിലും നല്ലത് സിംഗിളായിട്ട്. ഇപ്പം ഇൻ കേസ് റിജക്ഷൻ ആണെങ്കിൽ പോലും ഒരാൾക്ക് വേണ്ടിയുള്ള ഒരു നഷ്ടമേ വരുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലി വിസ ഒരു ഹസ്ബൻഡ് വൈഫ് വരണം എന്നാണ് എങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതായത് ഇപ്പം അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് 18-19 വയസ്സുള്ളെങ്കിലും അഡ്മിഷൻ കിട്ടും, വിസ കിട്ടും. നിങ്ങൾക്ക് ഒരാൾക്ക് സിംഗിളായിട്ട് വരാനാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഫാമിലി ആയിട്ടാണ്, മീൻസ് ഹസ്ബൻഡ് വൈഫ് കുട്ടികളല്ലേ, ഹസ്ബൻഡും വൈഫുമായിട്ട് വരാനാണ് പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നോക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് 2 പേർക്കും 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. അത് ഇപ്പോൾ ഈ ഒരു 2023 ഡിസംബറിൽ വന്ന ഒരു മാറ്റമാണ്. അപ്പം തീർച്ചയായിട്ടും 21 വയസ്സിന് താഴെയുള്ളവർ ഫാമിലിയായിട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ വിസ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിജക്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടെ ഒരു ചെറിയ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വർക്ക് പെർമിറ്റ് അത് ആർക്ക്, സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നയാളോ അല്ലെങ്കിൽ ഡിപ്പെൻഡ് ആയിട്ട് വരുന്നയാളോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ജോബിന് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും വർക്ക് വിസ സ്വീഡനിൽ കിട്ടണമെങ്കിൽ 27,360 krona സാലറിയുള്ള ജോബാണെങ്കിൽ മാത്രം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ എന്ത് ജോബും ആകാം. ഇപ്പോൾ വെയർ ഹൗസിലെ ജോബോ ക്ലീനിങ് ജോബോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബോ എന്തുമാകാം. പക്ഷേ ഈ പറയുന്ന സ്കെയിലുള്ള ഒരു സാലറി ഉള്ള ജോബ് ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റോട് കൂടി നമുക്കൊരു കമ്പനി തരികയാണെങ്കിൽ മാത്രമേ നമുക്കിനി വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്. കാരണം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പലർക്കും റിന്യൂവൽ ടൈം ആയപ്പോൾ അവരുടെ ജോലി പോയവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ പുതുതായിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിരുന്നവർ ഈ ഒരു സാലറി മീറ്റ് ആകാതെ ഇതിൽ കുറവ് സാലറിയിൽ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തിരുന്ന ഒരുപാട് പേർക്ക്
വിസ കിട്ടാതെ റിജക്ഷൻ വന്നിട്ടുണ്ട്. സാലറിയിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം അത് ഇവിടെയുള്ളവർക്ക് മാത്രമല്ല, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാനിരിക്കുന്നവർക്കും ബാധകമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഇവിടുത്തെ പല കമ്പനികളിലും സെലക്ഷനായി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതിലധികവും ഈ പറയുന്ന TCSലേക്ക് ഓൺസൈറ്റ് ഒക്കെ വരുന്നവരൊക്കെയാണ്. സോ അങ്ങനെയുള്ളവർക്കൊന്നും ഇത് പ്രശ്നമല്ല, കാരണം അവർക്കൊക്കെ നല്ലൊരു സാലറി കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതല്ലാതെ അൺസ്കിൽഡ് ജോബിലേക്ക് സെലക്ഷനായി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന വെയർ ഹൗസ് ജോബുകൾ, ക്ലീനിങ് ജോബുകൾ, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫാക്ടറികളിലുള്ള ജോബ്, അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഇവിടെ പല ജോലികൾക്കും അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ റിക്വയർമെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും സ്വീഡിഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നുള്ളത്. സോ ഒരു വെയർ ഹൗസിലേക്കൊക്കെ സ്വീഡിഷ് ഒന്നും അറിയാതെ നമ്മുടെ നാട്ടിൽ നിന്ന് വരാൻ പറ്റുക എന്നുള്ളത് പോസിബിൾ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരുപാട് പേര് അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജെനുവിനാണോ എന്താണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങൾ വന്നേക്കുന്ന കമ്പനികളിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഈ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസിനോട് നമുക്ക് അറിയിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ജോബ് കിട്ടി സെറ്റിലാകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ ഒരു 3 മാസം കൊണ്ട് നമുക്കൊരു ജോബ് കിട്ടി നമുക്ക് നമ്മുടെ ചിലവിനുള്ള എമൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ റെൻ്റ് അടയ്ക്കാനുള്ള എമൗണ്ടും ഫീസ് അടയ്ക്കാനുള്ള എമൗണ്ടും ഒക്കെ കിട്ടുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ച് ആരും വരരുത്. ഇത് നമ്മൾ പല വീഡിയോയിലും ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര എളുപ്പമല്ല ഇവിടെ ഒരു ജോബ് കിട്ടുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെയുള്ള റൂളുകൾ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ നമുക്കൊരു ജോബ് കിട്ടാൻ തന്നെ, നിങ്ങൾക്കൊരു ജോബ് കിട്ടാൻ തന്നെ വളരെ ടഫായിരിക്കും. കാരണം ഇതിന് മുന്നുള്ള ബാച്ചുകളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ വന്നിട്ടുള്ള സ്റ്റുഡൻസ് 1 വർഷം 1.5 വർഷമായിട്ട് പോലും ഒരു വർക്ക് പെർമിറ്റ് ഇല്ലാത്തതോ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് ഒരു പാർട്ട് ടൈം ജോബ് പോലും കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വരുന്ന ഉടനെ ഒരു ജോലിയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു 6 മാസം, ചിലപ്പോൾ ഒരു 1 ഇയർ, ഒരു 3rd സെം ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും നിങ്ങൾക്കൊരു ജോബോ കാര്യങ്ങളോ റെഡി ആവുന്നത്. അപ്പോൾ വരാനുള്ള സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ട മെയിൻ കാര്യം, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു 1 ഇയറിലേക്കെങ്കിലും ഇവിടെ നിന്ന് പോകാനുള്ള ഫണ്ടും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, മെയിനായിട്ടുള്ളൊരു കാര്യം, ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പം 1 ഇയർ കോഴ്സുകളെടുത്ത് ഇവിടെ വരുന്നവരുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ഈ ഒരു 1 ഇയറിലേക്കുള്ള എക്സ്പെൻസും ട്യൂഷൻ ഫീയും അടയ്ക്കാനുള്ള ക്യാഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതെടുത്ത് പറയാൻ കാരണം, ഈ 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത്, ഇവിടുത്തെ 1 ഇയർ കോഴ്സുകളൊന്നും 12 മാസമില്ല. 1-2 യൂണിവേഴ്സിറ്റിയിൽ 1-2 കോഴ്സുകളല്ലാതെ ബാക്കി യൂണിവേഴ്സിറ്റികളിലെല്ലാം 1 ഇയർ എന്ന് പറയുന്നത് 10 മാസത്തെ കോഴ്സേ ഉള്ളൂ. സോ 10 മാസത്തെ കോഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് വിസ 12 മാസം കിട്ടില്ല. 12 മാസത്തിന് താഴെയായിരിക്കും നിങ്ങളുടെ വിസ. സോ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ നമ്പർ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ബാങ്ക് ID ഉണ്ടാവത്തില്ല. സോ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടായിരിക്കും. കാരണം നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ നിങ്ങളുടെ റെൻറ്റ് കാര്യങ്ങൾ അടച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ചിലവിനുള്ള പൈസ എല്ലാം നാട്ടിൽ നിന്ന് തന്നെ വരുത്തേണ്ടി വരും. അതുപോലെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ പറയുന്ന പിൻ നമ്പറോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ബില്ലായിട്ടൊക്കെ വരും. അപ്പോൾ ഇത് ഈ 1 ഇയർ എടുത്ത് വരുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, പേഴ്സണൽ നമ്പർ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, 12 മാസത്തിൽ കൂടുതലുള്ള വിസയ്ക്ക് മാത്രമേ പേഴ്സണൽ നമ്പർ കിട്ടുകയുള്ളൂ. അപ്പോൾ പകരം നിങ്ങൾക്കൊരു കോർഡിനേഷൻ നമ്പർ കിട്ടും. പക്ഷേ നമ്മൾ അറിഞ്ഞിടത്തോളം പലർക്കും ആ ഒരു കോർഡിനേഷൻ നമ്പർ തന്നെ 6-7 മാസത്തിന് ശേഷമാണ്, അതായത് നിലവിലുള്ള നിങ്ങളുടെ ആ വിസ തീരാറാവുമ്പോഴൊക്കെയാണ് കോർഡിനേഷൻ നമ്പർ കിട്ടുന്നത്. അപ്പോൾ 1 ഇയർ എടുത്ത് വരുന്നതിന് പ്രശ്നമില്ല. അധികം പേരും 1 ഇയർ എടുക്കുന്നത് പലരും മാസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി നാട്ടിൽ കഴിഞ്ഞവരായിരിക്കും. സോ വീണ്ടും ഒരു 2 ഇയറോടെ പഠിക്കണ്ടല്ലോ എന്ന് കരുതി 1 ഇയർ എടുക്കുന്നവരുണ്ട്. അതുപോലെ ഫിനാൻഷ്യലി ഓക്കെ അല്ലാത്തവരും ഈ പറയുന്ന 1 ഇയർ കോഴ്സുകൾ എടുക്കാറുണ്ട്. കാരണം 1 വർഷം കൊണ്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെ ജോബ് കാര്യങ്ങളിലേക്ക് ആകാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ പേഴ്സണൽ നമ്പർ കിട്ടിയാൽ പോലും നിങ്ങൾക്കൊരു 2 മാസം 3 മാസം കൊണ്ട് ജോലി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. വരുന്നവരെല്ലാവരും 1 ഇയർ ആണെങ്കിലും 2 ഇയർ കോഴ്സ് എടുത്ത് വരുന്നവരാണെങ്കിലും ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ജോലി കാര്യങ്ങൾ റെഡിയാവാനായിട്ട് കുറച്ചധികം മാസങ്ങളെടുക്കും. നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് സിംഗിളൊക്കെയാണ് എങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്ത് പോകും. പക്ഷെ ഫാമിലിയൊക്കെയാണ്, ഹസ്ബൻഡ് വൈഫ് കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ 1 വർഷത്തോളം നമുക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്നാൽ അവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വീഡനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉടനെ സെറ്റിൽ ആകാമെന്ന് ആര് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കരുത്. അതുപോലെ തന്നെ വർക്ക് പെർമിറ്റിലേക്കാണെങ്കിലും, പണ്ട് നമുക്ക് അൺസ്കിൽഡ് ജോബിലാണെങ്കിലും, ഇപ്പോൾ മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്ന ഒരാളാണെങ്കിൽ പോലും കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അൺസ്കിൽഡ് ജോബിൽ വർക്ക് പെർമിറ്റിന് കൊടുത്താൽ കിട്ടിയേനെ. അത് ഒരു 2 വർഷം മുമ്പാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ജോബുകളിലേക്ക് പ്രൊഫഷണൽ ഡിഗ്രി ഉള്ളവരൊന്നും കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതെല്ലാം ഇവർ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ മൈഗ്രേഷൻ വിസ, വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ അപ്രൂവലും റിജക്ഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ ചേഞ്ചസും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.
താങ്ക് യു.